മനുഷ്യ അതായത് 23 ദിവസം പിന്നിടുകയാണ് ഈ സീസൺ ആരംഭിച്ച്. ഇപ്പോൾ 22 ലക്ഷത്തിലധികം ആളുകൾ എത്തി എന്നുള്ളതാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇപ്പോഴും തിരക്ക് തുടരുന്ന ഒരു സാഹചര്യമാണ്. എന്തായാലും എങ്ങനെയൊക്കെയാണ് ശബരിമല വിശേഷങ്ങൾ മനീഷ്? മോർണിംഗ് ഭദ്ര. ശബരിമലയിൽ വലിയ രീതിയിലുള്ള തിരക്ക് തന്നെയാണ്. ഇപ്പോൾ 23ാമത്തെ ദിവസം പിന്നിട്ടു. ഇന്ന് 24ാമത്തെ ദിവസമാണ്. ഈ കഴിഞ്ഞ 23 ദിവസങ്ങൾ പിന്നിടുമ്പോൾ വലിയ രീതിയിലുള്ള ഒരു തിരക്ക് തന്നെയാണ് ശബരിമലയിൽ കാണാൻ സാധിക്കുന്നത്. ഏകദേശം 21 ലക്ഷത്തിലധികം അയ്യപ്പന്മാരാണ് ശബരിമലയിൽ ദർശനം നടത്തി മടങ്ങിയിരിക്കുന്നത്. ഇന്ന് ഇപ്പോൾ വലിയ രീതിയിലുള്ളൊരു തിരക്ക് നമുക്ക് കാണാൻ സാധിക്കും. ഇന്നലെ 97,000-ത്തിലധികം കൃത്യം കണക്ക് പറയുകയാണെങ്കിൽ 97,457 അയ്യപ്പന്മാരാണ് ശബരിമലയിൽ ഇന്നലെ ദർശനം പൂർത്തിയാക്കി മടങ്ങിയിരിക്കുന്നത്. അതിൻ്റെ മുന്നിലത്തെ ദിവസമാണെങ്കിൽ 1,10,000-ത്തിലധികം അയ്യപ്പന്മാർ ശബരിമലയിൽ ദർശനം നേടി മടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ ഡെയിലി ഓരോ ദിവസം കഴിയുന്തോറും അയ്യപ്പന്മാരുടെ എണ്ണത്തിൽ വലിയൊരു വർധനവ് തന്നെയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാൽ തന്നെ നമുക്ക് ദൃശ്യങ്ങളിൽ കാണാൻ സാധിക്കും ആർക്കും വലിയൊരു ക്യൂ ആണ് ഇവിടെ ഉള്ളത്. എന്നിരുന്നാൽ തന്നെ ആർക്കും കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. എല്ലാവരും മൂവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. സോപാനത്തിലേക്ക് എത്തി ദർശനം നേടുന്ന ഒരു സാഹചര്യമുണ്ട്. ആർക്കും തന്നെ അധിക സമയം കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യമില്ല. വലിയ നടപ്പന്തലിലാണെങ്കിലും 18-ാം പടിക്ക് താഴെയാണെങ്കിലും ഇപ്പോൾ ഇതാ ഈ ഫ്ലൈ ഓവറിന് മുകളിലാണെങ്കിൽ തന്നെ വലിയ രീതിയിലുള്ള ഒരു ഭക്തജന തിരക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷേ എന്നിരുന്നാൽ തന്നെ എങ്ങും ആർക്കും കാത്തു നിൽക്കേണ്ട ഒരു സാഹചര്യം ഇതുവരെ ഉണ്ടാകുന്നില്ല. ഇപ്പോൾ രാവിലെ ഏകദേശം 8 മണി വരെയുള്ള കണക്കുകളായിരുന്നു നമുക്ക് ലഭ്യമായിരിക്കുന്നത്. അത് പ്രകാരം ഏകദേശം 30,000-ത്തിലധികം അയ്യപ്പന്മാരാണ് ഇന്നിപ്പോൾ രാവിലെ 3 മണി മുതൽ വെളുപ്പിനെ 3 മണി മുതൽ 8 മണി വരെയുള്ള സമയങ്ങളിൽ ശബരിമലയിൽ ദർശനത്തിനായി എത്തിയിട്ടുള്ളത്, ദർശനം കണ്ട് മടങ്ങിയിരിക്കുന്നത്. പിന്നെ മറ്റൊരു സുപ്രധാനമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് പുല്ലുമേട് വഴി നിരവധിയായിട്ടുള്ള അയ്യപ്പന്മാർ ഡെയിലി വരുന്നുണ്ട്. ഏകദേശം 8,000-ത്തിനടുത്ത് അയ്യപ്പന്മാർ ഡെയിലി പുല്ലുമേട് കാനനപാതയായിട്ടുള്ള പുല്ലുമേട് വഴി ശബരിമലയിൽ എത്തുന്നുണ്ട്. എന്നാൽ ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ എത്തുന്നുണ്ടെങ്കിലും ശബരിമലയിൽ എത്തുന്നുണ്ടെങ്കിലും തന്നെ എന്താ പറയുക, പല പ്രായത്തിലുള്ള ആളുകൾ ശബരിമലയിൽ എത്തുന്നുണ്ട് പുല്ലുമേട് വഴി. അപ്പോൾ വയോധികരായിട്ടുള്ള അല്ലെങ്കിൽ അസുഖബാധിതരായിട്ടുള്ള ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ എത്തുന്നുണ്ട്. ഏകദേശം 4 കിലോമീറ്ററാണ് പുല്ലുമേടിൽ നിന്നും ശബരിമലയിലേക്ക് എത്തേണ്ട ഒരു ദൂരം എന്ന് പറയുന്നത്. ഇത്തരം ദൂരം കാനനപാത വഴി നടന്നു തന്നെ വരണം. അപ്പോൾ ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. ഇത്തരത്തിലുള്ള ആളുകൾ പരമാവധി ഈ പാത ഒഴിവാക്കണമെന്നാണ് കഴിഞ്ഞ ദിവസം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. കാരണം ഇത്തരത്തിൽ കാനനപാത വഴി എന്ന് പറയുമ്പോൾ കുത്തനായിട്ടുള്ള ഇറക്കവും കുത്തനായിട്ടുള്ള കയറ്റങ്ങൾ, അങ്ങനെ നിരവധിയായിട്ടുള്ള ദുർഘടമായിട്ടുള്ളൊരു വഴി തന്നെയാണ്. അപ്പോൾ ഈ വഴി വരുമ്പോൾ NDRF സംഘം ഇവർക്ക് എന്തെങ്കിലും വയ്യാഴികയോ മറ്റോ ഉണ്ടാവുകയാണെങ്കിൽ NDRF സംഘം പോലുള്ള അല്ലെങ്കിൽ വൈദ്യസഹായം എത്തിക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. അപ്പോൾ ഇത്തരത്തിൽ ശാരീരികപരമായിട്ട് ബുദ്ധിമുട്ടുള്ള ആളുകൾ എന്താ പറയുക, ഇവിടേക്ക് വരുന്നത് കാനനപാത വഴി വരുന്നത് ഒഴിവാക്കണം എന്നാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസ് ഉദ്യോഗസ്ഥരും ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരും നമ്മളോട് അറിയിച്ചിട്ടുള്ളത്. ഭദ്ര. ശരി, മനീഷ് മഹാദേവനാണ് സന്നിധാനത്ത് നിന്നും ശബരിമല വിശേഷങ്ങളുമായി നമ്മോടൊപ്പം ചേർന്നത്.